സോ ഗൈസ്, വിനീത് ശ്രീനിവാസന്റെ കരം, ചെന്നൈ പാസമില്ലാത്ത, എതിരെ നിൽക്കുന്നവന്റെ ഉള്ളം നിറഞ്ഞാൽ എല്ലാവരും പാവങ്ങളാ മക്കളെ എന്നുള്ള ആ ഒരു ലൈൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വിനീത് ശ്രീനിവാസൻ ഇത്തവണ എടുത്തിരിക്കുന്നത്. നമ്മൾ തിര എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ടല്ലോ വിനീത് ശ്രീനിവാസന്റെ. എനിക്ക് തോന്നുന്നു ആ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ഇപ്പോൾ നമ്മൾ ഈ പടം കണ്ട് ഇതിന്റെ ഒരു ടൈറ്റിലിന്റെ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു തിര വൈബ്. അതായത് ടൈറ്റിൽ തന്നെ ഒരു തിര സോങ്ങിനോട് സാദൃശ്യമുള്ള ഒരു പരിപാടിയാണ് വിനീത് ശ്രീനിവാസൻ പിടിച്ചിരിക്കുന്നത്. നോബിളാണ് ഇതിന്റെ ഹീറോ. സാധാരണ വിനീത് ശ്രീനിവാസന്റെ പടത്തിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഈ സിനിമയിൽ ഇല്ല. എനിക്കൊന്നും ആരും തന്നെ ഇല്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ പടം എനിക്കൊരു ജസ്റ്റ് ഒരു ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ലൈൻ, എനിക്കൊരു വാവ് ഫാക്ടർ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ ഇല്ല പടവും. ഞാൻ ഈ സിനിമ കാണാൻ തന്നെ പ്രധാനപ്പെട്ട റീസൺ വിനീത് ശ്രീനിവാസൻ പടമായതുകൊണ്ടാണ്. അതായത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഒരു മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഷുവർ ഷോട്ടാണ് ആ പടത്തിൽ എന്തെങ്കിലും കാണും. നമുക്കതൊരു ബോറ് പടമാവത്തില്ല. നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കത് വർക്കാവും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് വിനീത് ശ്രീനിവാസന്റെ പടത്തിനകത്ത് അത്ര പോരാ എന്നൊക്കെ പറയുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും നമുക്ക് ഒരു കൂറപ്പടം എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഒരു ഓക്കെ കണ്ടിരിക്കാം. പിന്നെ OTT വരുമ്പോഴത്തേക്കും ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കീറി മുറിക്കുന്നത്. ഈ കരത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം കരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ്. സാധാരണ മലയാള സിനിമയിൽ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് വല്ലപ്പോഴും കൂടെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് പിടിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ടെക്നിക്കലി. ഇപ്പൊ തിര നമ്മൾ കണ്ടിട്ടുണ്ട്. തിരയുടെ ഒരു പരിപാടികൾ കണ്ടിട്ടുണ്ടല്ലോ. എന്താ പറയണ്ടത്, ഒരു നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമ കാണും, ടേക്കണൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്. അതായത് ഒന്നോ രണ്ടോ ദിവസത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നായികയോ നായകനോ ഇറങ്ങിത്തിരിക്കുന്നു. അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തോ സംഭവിക്കുന്നു, അതിന്റെ പുറകെ പോകുന്നു, ലാസ്റ്റ് അത് അവർ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ള ലൈനാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സാധനം നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പൊ ടേക്കൺ പോലത്തെ അല്ലെങ്കിൽ തിര പോലത്തെ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നായകന്റെയോ നായികയുടെയോ അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള മകനോ മകളോ എക്സ് കാമുകിയോ ഭർത്താവോ ആർക്കെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ഈ പടത്തിനകത്തും അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ്. നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ സാധനം അവർക്ക് ടെക്നിക്കലി എന്തുമാത്രം ബെസ്റ്റ് ആക്കാൻ സാധിക്കുമോ അത് അത്രയും ബെസ്റ്റ് ആക്കി അവർ ചെയ്തിട്ടുണ്ട്. ഷാൻ റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ജോമോന്റെ ക്യാമറ വർക്ക് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ തനിക്ക് കിട്ടിയ ആ സാധനം പുള്ളി എപ്പോഴും ചെയ്തു വെക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ നിന്ന് മാറ്റിയിട്ട് മാക്സിമം ബെറ്റർ ആക്കാൻ വേണ്ടി പുള്ളി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ ഇവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റിനകത്ത് ഇപ്പോൾ ഒരു ഞാൻ പറയുന്നതുകൊണ്ടും തോന്നരുത്, ഇപ്പൊ ഒരു റേപ്പ് സീൻ വരികയാണെന്ന് വെച്ചോ. അപ്പൊ വിനീത് ശ്രീനിവാസൻ പറയുകയാണ് അത് നമുക്ക് അത്രയും വലുതായിട്ട് എടുക്കണം, നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ഒരു ഗ്രാവിറ്റി അങ്ങ് കുറക്കാം. അപ്പൊ അതൊന്ന് കുറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു സ്റ്റണ്ട് സീൻ വരികയാണ്. അപ്പൊ അടിച്ചാണ് തലപൊളിക്കട എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ആ നായകനോട് വിനീത് ശ്രീനിവാസൻ പറയുകയാണ് അടിച്ച് തലപൊളിക്കണ്ട, നീ അവനെ തല്ലിയാ മതി, അവന് കൈയടിച്ചോ പക്ഷെ തലപൊളിക്കണ്ട. ഞാനിത് തമാശയോടെ പറഞ്ഞു കേട്ടോ. അതായത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് പല സാധനങ്ങളും. അതായത് ഈ പടം കുറച്ചുകൂടെ ഇപ്പോ വലിയ കഥയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കഥ തന്നെയാണ്. ആ കഥയില് അപ്പൊ വെറൈറ്റി സാധനമൊന്നുമല്ല. ഒരു ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ട്വിസ്റ്റ് ടേൺ സംഭവിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. ഒരു ഇവന്റ് ആണ്. അതായത് ഒരു വിഷയം സംഭവിക്കുന്നു, ആ വിഷയത്തിലേക്ക് എടുത്ത് നായകൻ പോവുകയാണ്. അപ്പൊ ആ സാധനം നമുക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടാവണം, നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അതിലേക്ക് കയറി ചെല്ലണം, ഇമോഷണലി നമ്മൾ അതിൽ കണക്ട് ആക്കണം. ആ ഇമോഷണൽ കണക്ഷനാണ് എനിക്ക് ഈ പടത്തിൽ കുറച്ചങ്ങ് മിസ്സായി പോയത്. ഇപ്പൊ തിര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇമോഷണലി കണക്ട് ആണ്. ലൈക്ക് നായകനും ഇപ്പൊ വിനീത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ശോഭനയും കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അതായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ആ ഒരു കണക്ഷൻ എലമെന്റ് എനിക്ക് പേഴ്സണലി അത്രക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ഇപ്പൊ നോബിള് നമ്മൾ ഇതിനു മുമ്പ് നോബിളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഫിലിപ്സ് കണ്ടിട്ടുണ്ട്, ഹെലൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നോബിൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നോബിൾ ഓക്കെ, പക്ഷേ നോബിളിന് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നോബിൾ ഇപ്പൊ ചെയ്ത ഈ ഒരു പടം കരം കണ്ടു കഴിയുമ്പോഴത്തേക്കും നോബിളിന് മേ ബി തോന്നും എനിക്ക് ഇത്രൂടെ സൂപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചതെന്ന് മേ ബി നോബിളിന് തന്നെ ഫീൽ ചെയ്യും. അപ്പൊ എന്തോ ഫൈറ്റിനകത്തൊക്കെ കുറച്ചുകൂടെ ഇപ്പോൾ അതായത് നോബിളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, നോബിൾ എന്തായിരുന്നു ഏതായിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ പല സമയത്ത് പ്രത്യേകിച്ച് ഫൈറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയാൾക്കൊരു അയാളൊരു ആരാണെന്നുള്ളത് നമ്മൾ വിട്ടുപോവുക. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ സംതിങ് എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ മിസ്സിംഗ് ആണ്. എനിക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു എനിക്കൊരു ഓക്കെ പടമായിട്ട് തോന്നിയത്. വിനീത് ശ്രീനിവാസൻ ഒരു തിര പോലത്തെ ഒരു പടം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഒരു തിരയുടെ സെക്കൻഡ് പാർട്ട് വിനീത് ശ്രീനിവാസൻ എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷേ കരം വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോശമാക്കി എന്ന് ഞാൻ പറയുന്നില്ല. മേ ബി ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ ഇതിനകത്ത് മനോജ് കെ ജയൻ ചെയ്ത റോളുണ്ട്. എനിക്കതിനകത്തൊരു ഭയങ്കര ഡ്രാമയൊക്കെ ഫീൽ ചെയ്തു ആ ഒരു ക്യാരക്ടറിനകത്തൊക്കെ. കാരണം ആ ക്യാരക്ടർ, അതായത് ഓരോ ക്യാരക്ടറിന്റെയും ഒരു മൂഡ് നമുക്ക് അങ്ങോട്ട് നമ്മളായിട്ട് കണക്ട് ആവണില്ല. അവർ വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷാജോന്റെ പരിപാടിയൊക്കെ ഓക്കെയാണ്. എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ കണക്ട് ആയ ഒരു സാധനം ഉണ്ട്. അതായത് ബാബുരാജിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് കൊള്ളാം. ബാബുരാജിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് നൈസാണ്, നമുക്കൊരു രസമൊക്കെ തോന്നും. പക്ഷെ ആ ക്യാരക്ടർ ഈ പടത്തിൽ ഇങ്ങനെ തന്നെ വേണമായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഒരു പടം ഒരു മൂടി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്, ഈ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് കൊള്ളാം, നമുക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് വേറൊരു റൂട്ടാണ്, രണ്ട് റൂട്ടിലായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ നായികമാരായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ ഓക്കെ, എല്ലാവരും ഓക്കെ 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 ഓക്കെ. ഈ ഓക്കേക്ക് മുകളിലേക്ക് നമ്മൾ എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓക്കെ കുഴപ്പമില്ല. അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെയുണ്ട്? ഓക്കെ കുഴപ്പമില്ല. സോങ് എങ്ങനെയുണ്ട്? ഓക്കെ കുഴപ്പമില്ല. ബിജിഎം എങ്ങനെയുണ്ട്? ഓക്കെ കുഴപ്പമില്ല. പടം മൊത്തത്തിൽ ഓക്കെ കുഴപ്പമില്ല എന്നേ നമുക്ക് പറയാനായിട്ട് തോന്നുള്ളൂ. പക്ഷെ വിനീത് ശ്രീനിവാസന്റെ പടം ഇങ്ങനെയല്ല. എന്റെ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെയല്ല, എന്റെ വിനീതേട്ടനെ ഇങ്ങനെയല്ല. എനിക്ക് ആ ചെന്നൈ പാസം എടുത്ത വിനീത് ചേട്ടൻ അത് ഓക്കെയാണ് എനിക്ക്. ഞാൻ വിനീത് ശ്രീനിവാസന്റെ ഓരോ സിനിമ കാണുമ്പോഴും നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ട്, നമുക്ക് രസം തോന്നും. പക്ഷെ ഇവിടെ ഒരു ത്രില്ലർ മൂവിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എനിക്കിതിനെ കൂടുതൽ കീറി മുറിച്ച് നോക്കാനായിട്ട്, കാരണം ഞാൻ പ്രതീക്ഷിച്ച് വന്നത് ഒരു സൂപ്പർ മൂവി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത്. ഇപ്പം നോബിൾ ആണെങ്കിൽ തന്നെയും എനിക്ക് നോബിളിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോബിള് കിണ്ണം കാച്ചി ഇടിക്കുമ്പോഴൊക്കെ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നോബിള് ഫിസിക്കലി നല്ല ഫിറ്റാണ്. അപ്പം ഇടിക്ക് പഞ്ചുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് പഞ്ച് കുറഞ്ഞു പോയി നോബിളിൻ്റെ ആണെങ്കിലും. ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവരുടെ ഒരു പ്രൊഡക്ഷനിൽ വിനീത് ശ്രീനിവാസനും വൈശാഖും ചേർന്നാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവരത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടൊക്കെ ഇറക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വില്ലൻ നമ്മുടെ ISL നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് നമ്മുടെ ആശാൻ ഓക്കെ, ആശാൻ വെറുതെ വന്ന് നിന്നാ ഓക്കെ. പക്ഷെ ആശാനും ബ്ലോക്കാണ്. ഞാൻ വിനീത ഞാൻ അഭിനയിക്കട്ടെ, ആശാനെ കാച്ചിക്കോ ഓക്കെ. അതായത് ആശാനോടെ നന്നായിട്ട് ഫുട്ബോൾ കോച്ച് ചെയ്യും, പക്ഷെ ആശാനെ കൊണ്ട് അഭിനയിപ്പിക്കണമായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ ഓക്കെ.